ഈ ഒരു ക്വസ്റ്റ്യനും CGL ടാറ്റുവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ആദ്യം ഒരാള് ഒരു മെഷീൻ 5000 രൂപയ്ക്ക് വാങ്ങിക്കും. എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ 6000 രൂപയ്ക്ക് അത് വിൽക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം വാങ്ങിക്കുന്ന പ്രൈസ് കോസ്റ്റ് പ്രൈസ് എന്നും സെല്ല് ചെയ്യുന്ന പ്രൈസ് സെല്ലിംഗ് പ്രൈസ് SP എന്നും നമ്മൾക്ക് അറിയാം. അപ്പോൾ ആദ്യമേ 5000 രൂപയ്ക്ക് വാങ്ങിക്കുവാണ്. രണ്ടാമത് ഒരു വർഷം കഴിയുമ്പോൾ അത് 6000 രൂപയ്ക്ക് വിൽക്കുവാണ്. ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇനി 2 വർഷം കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഇതേ സാധനം 8000 രൂപയ്ക്ക് വാങ്ങിക്കും, തിരിച്ചു വാങ്ങിക്കും. അപ്പൊ 8000 രൂപയ്ക്ക് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും ഇത് സെല്ല് ചെയ്യും, 10000 രൂപയ്ക്ക് സെല്ല് ചെയ്യും. വീണ്ടും ഇത് 10000 രൂപയ്ക്ക് സെല്ല് ചെയ്യും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് 13,000 രൂപ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതേസമയം പുള്ളിക്ക് 16,000 രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയാം, സെല്ലിംഗ് പ്രൈസ് അറിയാം. അപ്പോൾ പ്രോഫിറ്റ് നോക്കിയാൽ പോരെ. എന്ന് തന്നെ 13,000 കയ്യിൽ നിന്ന് പോകുമ്പോൾ 16,000 കിട്ടുന്നുണ്ട്. അതിനർത്ഥം 3,000 ലാഭമായിട്ട് കിട്ടിയെന്നാണ് അർത്ഥം. കാരണം സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് വരും. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പം തന്നെ നമുക്ക് സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 300/13. 300/13. 300/13 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം പോകും, 26. ബാക്കി പോയിട്ട് 40 വരും. 40-ലാണെങ്കിൽ 3 പ്രാവശ്യം വരും. പിന്നെ ഇത് ഫുള്ള് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഇത് 20.23, ഇവിടെ 15.23. ഓക്കെ, ഇവിടെ 18.75. ഇതൊന്നും വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 ഡിജിറ്റ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ 23. ഉറപ്പായിട്ടും ഈ ഒരു ആൻസർ ആയിരിക്കും ഇതിന്റെ ആൻസർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതായത് 23.08. പുള്ളി ചെയ്യാൻ നിൽക്കരുത്, ആൻസർ ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. സോ ഇതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.